ഒരു പത്രസമ്മേളനം വിളിച്ചത് മാത്രമേ ട്രംപിന് ഓർമ്മയുള്ളൂ. അതിനുശേഷം മൊത്തം വെടിയും പുകയാന്നാണ് കേട്ടത്. ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ച് തൻ്റെ വീരവാദങ്ങൾ ഇങ്ങനെ ശൂരപരാക്രമണങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന ട്രംപ് സംസാരം നിർത്തിയ സമയം മുതൽ ഒരു രീതിക്കും ഇറാൻ ഈ പറഞ്ഞ മിസൈലും ബോംബും നിർത്തിയിട്ടില്ല. നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനുശേഷം നമ്മൾ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു. അതിനുശേഷം ചറപറ മിസൈലുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഇസ്രായേലാണെങ്കിലും വേണ്ടില്ല, US ബേസുകളിലാണെങ്കിലും വേണ്ടില്ല, ഒക്കെ പോട്ടെ. ഇനിയിപ്പോൾ ഒരു സിംഗിൾ, അതായത് ഇറാൻ്റെ ഒരു നോർമൽ 10 മിസൈലിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രോണിൻ്റെ പിന്നാലെ F-15 ഓടി അവസാനം ഡ്രോണ് താഴെ വീണ് പൊട്ടി F-15 അതിൻ്റെ വഴിക്ക് പോയ വീഡിയോ വരെ ഔട്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഔട്ടായിട്ടാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രംപിൻ്റെ വീരവാദങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇറാൻ്റെ യഥാർത്ഥ വാദങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം, ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഇന്ന് ഇറാൻ്റെ സൈനിക മേധാവി ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇപ്പം ഏകദേശം ഇറാൻ്റെ ഒരു പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 31 പ്രവിശ്യകളിലായിട്ട് അവരുടെ സൈനിക മേധാവികളെ നിർത്തിയിട്ടുണ്ട്. ഓരോ പ്രവിശ്യകൾ ഇവർക്ക് കൊടുത്തിട്ട്, നമുക്കറിയാം, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഓരോ പ്രവിശ്യകൾ ഇവർ കൊടുത്തിട്ട് അവിടെ ഓരോ കമാൻഡേഴ്സും അവരുടെ താഴത്തുള്ള ആളുകളും എപ്പം എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യണം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഉള്ള ഒരു വെർച്വൽ മീറ്റിങ്ങിൻ്റെ വീഡിയോസ് IRGC പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇതാണ് ആ ഒരു വീഡിയോയുടെ വീഡിയോ ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് പ്ലേ ചെയ്ത് പോകട്ടോ. ആ ഒരു വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കരയുദ്ധത്തിന് തയ്യാറെടുക്കണം. അതായത് ആകാശത്തോടുള്ള യുദ്ധവും മറ്റ് കടലിലോട്ടുള്ള യുദ്ധമൊക്കെ ഓൾറെഡി സമയത്ത് ഇപ്പം നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ട്രംപും ഇസ്രായേലും തോറ്റിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇനിയൊരു കരയുദ്ധമാണ് വരാൻ ചാൻസ് ഉള്ളത്. വന്നു കഴിഞ്ഞാൽ ഈ വന്ന് കയറുന്ന സകല എണ്ണത്തിനെയും നമുക്ക് തിരിച്ച് പെട്ടിയിലാക്കി അഴിക്കണം. ഇതായിരുന്നു ഈ ഒരു മീറ്റിങ്ങിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്. ഇറാൻ്റെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇറാൻ ആണ് മേജർ ജനറൽ ഹത്താമിയാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പുകളായിരുന്നു കംപ്ലീറ്റ് ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ ഇറാനിൽ ഏതെങ്കിലും രീതിയിലുള്ള കരയുദ്ധം, ഗ്രൗണ്ട് ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ പോലും ജീവനോടെ വിടില്ല എന്നാണ് ഇറാൻ്റെ സൈനിക മേധാവി അമീർ ഹത്താമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ്റെ അതിർത്തിക്കുള്ളിലേക്ക്, അതായത് റെഡ് ലൈൻ കടന്ന് അതിർത്തിക്കുള്ളിലേക്ക് ശത്രു സൈന്യം പ്രവേശിക്കുന്നുണ്ട് എന്ന്, തങ്ങളുടെ പരമാധികാരത്തിന് മേലേക്കുള്ള നിങ്ങളുടെ കടന്നുകയറ്റമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു രീതിയിലും അത് കണ്ടു നിൽക്കില്ല. ഈ ഒരു നരകത്തിലോട്ടായിരിക്കും നിങ്ങൾ കയറി വരുന്നത്. തിരിച്ച് നിങ്ങളെ പെട്ടിയിലാക്കിയിട്ട്, ശത്രു സൈന്യത്തിനെ പെട്ടിയിലാക്കി ഞങ്ങൾ തിരിച്ചയക്കും എന്നുള്ള ഒരു ഒരു മെസ്സേജാണ് ഈ ഒരു മീറ്റിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കംപ്ലീറ്റ് പട്ടാളക്കാരോടും ഇറാൻ്റെ പട്ടാളക്കാരോടും റെഡി ആയിട്ടിരുന്നോളാൻ. നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇറാൻ ഏകദേശം 6 ലക്ഷത്തോളം പട്ടാളക്കാരും ഒരു 4 ലക്ഷത്തിൻ്റെ മേലെ റിസർവ് പട്ടാളക്കാരും അവരുടെ കയ്യിലുണ്ട്, സോൾജേഴ്സും ഉണ്ട്. ഇനി അതല്ലാണ്ട് ഇറാനിലെ യുദ്ധത്തിന് തയ്യാറായിട്ട് വരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇറാൻ്റെ കൂടെ നിൽക്കുന്നത്, അവരുടെ ഭൂപ്രകൃതിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് അമേരിക്ക 3000, 4000, 10,000, 50,000, 10 ലക്ഷം വിട്ട് കഴിഞ്ഞാൽ അതിൽ 9 ലക്ഷത്തിന് കൊന്നിട്ടായിരിക്കും ഇറാൻ വിടാൻ പോകുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം 35 ദിവസത്തോളം യുദ്ധം നീണ്ടു നിന്നിട്ടും കംപ്ലീറ്റ് പ്ലാൻഡ് ആയിട്ട് ഇറാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ, കരയുദ്ധത്തിലോട്ട് അമേരിക്ക പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കനെ ഛിന്ന ഭിന്നമാക്കും ഇസ്രായേലിൽ. ഈവൻ ഒരു ഹിസ്ബുള്ളക്ക് ഇസ്രായേലിനെ ലെബനോനിൽ അതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇറാൻ്റെ മുമ്പിലോട്ടൊക്കെ അമേരിക്കൻ പട്ടാളക്കാർ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പക്ഷേ പ്രസിഡന്റ് ട്രംപ്, അതായത് ഈ പൊട്ടൻ ഇത് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ചെന്നി മൂത്തിട്ടാണോ എന്നറിയില്ല, ഏകദേശം 1000-ഓളം വരുന്ന അമേരിക്കൻ പട്ടാളക്കാരെ ദുബായിയുടെ ബേസിലോട്ട്, UAE ബേസിലോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഔട്ടായിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിൽ നിന്നാണെന്നാണ് പറയുന്നത്. എമിറേറ്റ്സിലെ ഏതോ എയർപോർട്ടാണ്. ദുബായ് ആണോ അബുദാബിയാണോ ഇനി വേറെ റഷ്ദീയ എയർപോർട്ടാണോ എന്നറിയില്ല. ഈ എയർപോർട്ടിൽ വന്ന് കൂടിയിട്ടുള്ള അമേരിക്കൻ പട്ടാളക്കാരുടെ ഇമേജസും വീഡിയോസും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഇവന്മാർ വിടുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി അവിടുന്ന് ഇവന്മാരെ കുറച്ച് ഇങ്ങനെ മറ്റേ മീൻ തീറ്റിട്ട് കൊടുക്കണോ, അല്ലെ ഇറാനെ കൊണ്ട് ഇട്ട് കൊടുക്കാനാണോ എന്നും അറിയില്ല. ഏതായാലും ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജസ്. ഇത് എമിറേറ്റ്സിലെ ഏതോ ഒരു എയർപോർട്ടാണ് എനിക്ക് തോന്നുന്നത്. ദുബായ് ആണോ അബുദാബി ആണോ മനസ്സിലാവുന്നില്ല. 2 സ്ഥലത്ത് ഇതുപോലത്തെ സ്ഥലങ്ങളുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഇതിലൂടെ നടക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ മറ്റ് ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോർദാൻ്റെ ബേസിലോട്ട് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. ജോർദാനിലെ അൽ അസ്രഖ് വ്യോമത്താവളത്തിന് നേരെയായിരുന്നു ഇറാൻ്റെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ജോർദാനിലെ അമേരിക്കൻ സൈനികരുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ താവളമാണ് ഇത്.
ഇറാന്റെ സൈന്യത്തിന്റെ ഡ്രോണുകൾ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാൻ സായുധ മേധാവി മേജർ ജനറൽ സയ്യിദ് അബ്ദുൽ റഹീം മൂസവി ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ സൈന്യം അവകാശപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലയിലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ തീവ്രമാകുന്നതായിട്ടുള്ള സൂചനകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത് അതുപോലെ തന്നെ സൗദിയിലെ അൽഖർജ് ബേസ് ആണ്. സൗദി അറേബ്യയിലെ US-ന്റെ അൽഖർജ് ബേസ് ആണ്. അതിലുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഫോർ ഉണ്ടായിരുന്ന വീഡിയോ, അതിനുശേഷം ഇറാന്റെ മിസൈൽ വീണതിന് ശേഷം പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു തുരങ്കം പോലെ ആയിട്ടിരിക്കുന്ന മറ്റൊരു വീഡിയോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജോർദാനിൽ നടന്നിട്ടുണ്ട്, അബുദാബി, അതുപോലെ റുവൈസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത്. അൽ റുവൈസ് ബേസ് ആണ്, അമേരിക്കയുടെ തന്നെ അൽ റുവൈസ് റേസ്. ഇവിടേക്ക് ഉണ്ടായിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റം റഡാറുകളും കംപ്ലീറ്റ്ലി തകർത്തിട്ടുണ്ട്. അതിന്റെ ഇമേജസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ താഡ് സിസ്റ്റം ആയിരുന്നു. താഡ് സിസ്റ്റത്തിന്റെ ബാറ്ററി അടക്കം സകല സാധനങ്ങളും അടിച്ചു പോയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ആ കാണുന്ന വീഡിയോ. അതുപോലെ എവിടെയൊക്കെ അമേരിക്കയുടെ ബേസുകളും കാര്യങ്ങളും ഉണ്ടോ എല്ലാ സ്ഥലങ്ങളും ഓരോന്ന് പിക്ക് ചെയ്തിട്ട് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. ഈ കാണുന്ന ഇമേജസിലുള്ളത് അമേരിക്കയുടെ MQ-9 ഡ്രോണുകൾ ഇറാന്റെ ആർമി വെടിവെച്ചിട്ടതിന്റെ വീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏകദേശം ഈ യുദ്ധത്തിന്റെ ഇത്രയും സമയത്തിനിടയ്ക്ക് ഏകദേശം 130 മേലെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഡ്രോണുകൾ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ IRGC പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല പുതിയ ചില ഡാമേജുകൾ കാണിച്ചു തരാം. ഈ ഇറാഖി റെസിസ്റ്റന്റ് ഫോഴ്സ് ഉണ്ടല്ലോ, അവര് കുവൈറ്റിലുള്ള എയർക്രാഫ്റ്റ് ഹാങ്ങേഴ്സിന്റെ അലി അൽ സലീം എയർബേസിൽ കുവൈറ്റിലുള്ള സ്ഥലത്തോട്ട് അവരുടെ മിസൈൽ പോയിട്ട് വീണതാണ് നിങ്ങൾ കാണുന്നത്. മിസൈൽ വീണ് അതിന്റെ എയർബേസിന്റെ ഹാങ്ങേഴ്സ് പൊളിഞ്ഞിട്ടുള്ള ഇമേജസ് ആണ് കാണുന്നത്. ഇതൊക്കെ ഇന്ന് നടന്ന കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രസിഡന്റ് ട്രംപിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതോടുകൂടി കംപ്ലീറ്റ്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ഓരോ ബേസുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഓരോ ബേസുകൾ, അതുപോലെ ടെല്ലവീവ് ഇസ്രായേലിന്റെ പല പല സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം. തിരിച്ച് ഇറാനിലും ഇതേപോലെ തന്നെ ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇസ്ഫഹാൻ പോലത്തെ അവരുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഇസ്രായേലിലും അമേരിക്കൻ ബേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. എന്നിട്ടും ഇസ്രായേൽ ഞങ്ങൾ പുലികളാണ്, ഞങ്ങൾ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ തലയിലോട്ടും മിസൈൽ വീകുമ്പോൾ നിങ്ങളെ പറ്റി ഒരു വിവരമില്ലാണ്ട് വല്ല എന്താ പറയുക കൊയിൻ്റെ അടിയിലും കിടന്ന് നീയൊക്കെ ജീർണിച്ച് പോകുന്നൊരവസ്ഥ ചിന്തിക്കുമ്പം സങ്കടമുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ, ഒന്നിൽ പെടാത്ത ഒരു സഹോദരന് മരിച്ച വിവരം നമ്മൾ 2 ആഴ്ച മുമ്പ് 10 ദിവസം മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആളുടെ ഒരു ന്യൂസ് പോലും നമ്മുടെ ഒരു ന്യൂസ് ചാനൽ പോലും വന്നിട്ടില്ല അല്ലേ. ആൾക്ക് എന്ത് പറ്റി, ആളെങ്ങനെ മരിച്ചു, ആൾ മരിച്ചിട്ട് ഉണ്ട് എന്നുള്ളൊരു വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരു റിസൾട്ടും ഒരു ന്യൂസും പുറത്ത് വന്നിട്ടില്ല. അതുപോലൊക്കെ തന്നെ ഈ ഇസ്രായേലിൽ കിടക്കുന്ന സംഖികൾ കുറേ എണ്ണം നമുക്കിട്ട് അല്ലെങ്കിൽ നമ്മളെ വരെ വാരിക്കൊണ്ട് എന്താ പറയുക വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ചില വീഡിയോസും വ്യൂസും ഒക്കെ അവന്മാർക്ക് കിട്ടട്ടെ. ഒരു ജീവിച്ചു പോകേണ്ടതല്ലേ അവന്മാർക്കല്ലേ. അവിടെ പോയിട്ട് കണ്ടവൻ്റെ ചന്തി കഴുകി തീട്ടൊന്നും ജീവിക്കുന്നവന്മാർക്ക് ഇത്തരത്തിലുള്ള ചില നമ്മളെപ്പോലത്തെ ആളുകൾ വീഡിയോ ചെയ്ത് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ട്, കുറച്ച് വീസൊക്കെ കിട്ടുന്നുണ്ട്, കാശൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. വീട്ടിൽ പട്ടിനും പരിവട്ടം ആയതുകൊണ്ടാണല്ലോ കണ്ടവൻ്റെ ചന്തി അവിടെ വരെ പോണ്ടി വരും. അപ്പം അവന്മാർക്ക് അതൊക്കെ കിട്ടട്ടെ. നമ്മളാരും അവന്മാരുടെ അടുത്ത് റിയാക്ട് ചെയ്യാനും പ്രതികരിക്കാനും പോകുന്നില്ല. ഇനി അവിടെ മരിച്ചു വീണ സമയത്ത് നിന്റെ ഒന്നും വീട്ടിൽ പോലും പറഞ്ഞറിയിക്കാൻ അവിടെ ആരുമില്ലാത്തൊരു അവസ്ഥ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കൊക്കെ വേണ്ടി ഇപ്പോഴേ ഒരു RIP അങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ കാണാം. ശരി.